കഴിഞ്ഞ ഞായറാഴ്ച അടിപൊളിയായിട്ടുള്ള 3 പ്രഭാഷണം ഉണ്ടായിരുന്നു. ശരിക്ക് കേരള ജനത ഒരു വലിയ വിരസതയിൽ, ശരിക്കും പറഞ്ഞാൽ മടി പിടിച്ചിരിക്കുകയാണ്, ആലസ്യത്തിലിരിക്കുകയാണ്. വെള്ളപ്പൊക്കം കഴിഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളും പണപ്പിരിവുകളും കഴിഞ്ഞു. അതിൻ്റെ വിമർശനങ്ങളും എതിർപ്പുകളും പുച്ഛങ്ങളും ഒരു വശത്ത്, അതുകൂടാതെ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും അടുത്ത് ജീവിച്ചിരുന്ന ഫാദർ ഫ്രാങ്കോയെക്കുറിച്ച്, പിന്നെ അങ്ങ് പള്ളിക്കാരുടെ നഗ്നനൃത്തവും ബാക്കിയെല്ലാം കൂടി ഇങ്ങനെ നടക്കുകയാണ്. ലൈംഗിക പട്ടം ലഭിച്ചവര്, കൊടുക്കാൻ യോഗ്യതയുള്ളവര്, സമരം, ഹൈക്കോടതിയുടെ മുമ്പിൽ കോടതി വിധി, പോലീസിന്റെ നാടകം, ഭരണാധികാരികളുടെ നാടകം, വത്തിക്കാനിലിരുന്നുകൊണ്ട് കേരളം ഭരിക്കുന്ന പോപ്പിന്റെ നാടകം, ഇങ്ങനെയെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്രമാധ്യമങ്ങളിൽ നിറച്ചും വായിക്കാനുണ്ട്, ടി വികളിലെ ചർച്ചയും അടിപൊളിയായിട്ട് കസറുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് 3-4 രൂപ കൂടിയ പെട്രോളിന്റെ ചർച്ചയും വരുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇങ്ങനെയുള്ളപ്പോൾ ഞാൻ വിചാരിച്ചു ഞായറാഴ്ച 3 പ്രഭാഷണം ഉണ്ട്. രാവിലത്തെ പ്രഭാഷണം NSSന്റെ ഗംഭീരായിരുന്നു. ഇതിൽ കുറച്ചു പേർക്ക് എന്നെ വിളിക്കുന്നതിൽ ഇത്തിരി എതിർപ്പുണ്ടായിരുന്നു പറഞ്ഞു, രാഷ്ട്രീയത്തിൻ്റെയും അല്ലാത്തതിൻ്റെയും. ഏതായാലും അടിപൊളിയായിട്ടുള്ളൊരു പ്രഭാഷണമായിരുന്നു പഴവീട് അമ്പലത്തിൽ ഞായറാഴ്ച മിനിങ്ങാന്ന് ഉച്ചയ്ക്ക് 11 മണിക്ക് നടന്നത്. ഈശ്വര സങ്കല്പം ക്ഷേത്രമെല്ലാം വിവരിച്ചു. ആ ക്ഷേത്രം തന്നെ പുനരുദ്ധരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ അവരെയൊക്കെ ക്ഷേത്ര കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിക്കുന്ന വിധത്തിൽ 2 മണിക്കൂർ ക്ലാസ്, 1.25 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തോണ്ടംകുളങ്ങര ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ ഹാളിൽ അടുത്ത ദിവസം, ഇന്നലത്തെ ദിവസം ഭാഗവതം ആരംഭിക്കുകയാണ്. അപ്പോൾ ഭാഗവതം എങ്ങനെ പഠിക്കണം, പഠിപ്പിക്കണം എന്ന് പറഞ്ഞൊരു 2 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരുന്നു. അത് ഗംഭീരമായിരുന്നു. സാധാരണഗതിയിൽ ഞായറാഴ്ചയൊക്കെ ഉച്ചയ്ക്ക് ക്ലാസ് വെച്ചാൽ പണ്ടത്തെ മാതിരി ആൾക്കാർ വരുമോയെന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. കാരണം ഇപ്പം യൂട്യൂബ് എല്ലാവരുടെയും പോക്കറ്റിലുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 1 മണിക്കൂർ ലെക്ചറുണ്ട്. പകല് 5, 6, 7, 8, 10 മിനിറ്റ് വരെയുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പം എല്ലാവരുടെയും പോക്കറ്റിൽ ദിവസവും ഈ വാർത്തകളും വിഷയങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് പ്രഭാഷണത്തിന് വരുമെന്ന് സംശയം ഉണ്ടായിരുന്നു. വൈകുന്നേരം കിടങ്ങാമ്പറമ്പ് അമ്പലത്തിലെ ഭഗവത്ഗീതയെക്കുറിച്ച്, രാവിലെ ക്ഷേത്രം ആത്മീയത, ഉച്ചയ്ക്ക് ഭാഗവതം, വൈകുന്നേരം ഭഗവത്ഗീതയുടെ 100 പോയിന്റുകളിൽ 57 പോയിന്റുകൾ വായിച്ച് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി എന്താണെന്ന് ആട്ടി മുടി അങ്ങ് വിവരിച്ചപ്പോൾ എല്ലായിടത്തും ആൾക്കാർ ഫുൾ കോറണ്ടായിരുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. നമ്മൾ യൂട്യൂബിൽ പല വിഷയങ്ങളും പറയുന്നുണ്ട്. നമ്മളോട് യോജിപ്പുള്ളവരുണ്ട്, വിയോജിപ്പുള്ളവരുണ്ട്, ചേരുന്നവരുണ്ട്, ചേരാത്തവരുണ്ട്, എതിർക്കുന്നവരുണ്ട്, അനുകൂലിക്കുന്നവരുണ്ട്, അഭിനന്ദിക്കുന്നവരുണ്ട്, അവഹേളിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പൊ കേരളം മുഴുവനും ഈ യൂട്യൂബ് അങ്ങ് കത്തിക്കാളി പോകുന്നുണ്ട്. ഉദയഭാരതത്തിലൂടെ ലിങ്ക് പോകുന്നുണ്ട്, നമ്മുടെ ലിങ്ക് പോകുന്നുണ്ട്, ഫേസ് പേജിലൂടെ പോകുന്നുണ്ട്. 10 ലക്ഷം 12 ലക്ഷം പേര് ഒരാഴ്ചയിൽ കാണുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവർ വേറെയുണ്ട്. മറ്റ് മാധ്യമങ്ങൾ നമ്മളുടെ ഇതെടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് നല്ല അടിപൊളിയായിട്ട് കേരളത്തിലേക്ക് ഇങ്ങനെ പ്രഭാഷണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു 3 പ്രഭാഷണം അടുത്തടുത്ത് 3 വിഷയമാണെങ്കിലും, ഒന്ന് പഴയ വീട്, അതിൽ നിന്ന് വളരെ ദൂരെയില്ല. ഈ 2 പിന്നീടിരുന്ന ഉടുപ്പി ക്ഷേത്രത്തിലേക്ക് തോണ്ടംകുളങ്ങരയിൽ അപ്പുറത്തുള്ളതിൽ എല്ലാത്തിലും ആൾക്കാർ വന്നിരുന്നു. നല്ല ആവേശകരമായിട്ടൊരു അനുഭൂതിയായിരുന്നു. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള സംതൃപ്തിയോടുകൂടിയാണ് 3 പ്രഭാഷണങ്ങളെ കഴിഞ്ഞ് തിരിച്ചു വന്നത്. പലരോടും ചോദിച്ചിരുന്നു, മൊബൈൽ നമ്പർ SMS കിട്ടുന്നുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. ചിലർക്ക് കിട്ടുന്നില്ല. വാട്സപ്പ് മെസ്സേജ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എല്ലാം ഒരു കഴിഞ്ഞിറങ്ങിയപ്പോൾ മനസ്സിൽ തോന്നിയത്, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. പാതിമയ്യായ മാതാവിനോ പാതിമയ്യായ പിതാവിനോ 10 മാസം ചുമന്നെന്നെ ഞാനാക്കി മാറ്റിയ ഗർഭപാത്രത്തിനോ, അതല്ല ഇതെല്ലാം സംഘടിപ്പിച്ച ആലപ്പുഴയിലെ കോർഡിനേറ്റർ ഗോപാലകൃഷ്ണ പിള്ളയോടോ, അല്ല ഇത് സംഘടിപ്പിച്ച പഴയ വീട് അമ്പലത്തിലെയും ഉടുപ്പി ക്ഷേത്രത്തിലെയും
അതുപോലെ തന്നെ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിലെയും ഭാരവാഹികളോടും അവിടെ സന്നിഹിതരായവരോടുമാണോ നന്ദി ചൊല്ലേണ്ടത് എന്നറിയാതെ ധന്യമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. എന്താ പറയുക, ചങ്കിടിക്കുന്ന അനുഭവം. സംതൃപ്തിയുടെ പരമകാഷ്ഠയിൽ എത്തിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. പ്രണാമം, നമസ്കാരം.